ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ സമ്പത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അതൊരു പരീക്ഷണവും കൂടിയാണ്. സാമ്പത്തിക പരീക്ഷണം പല രൂപത്തിലും മനുഷ്യർക്കിടയിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. സാമ്പത്തികം ഒരു മനുഷ്യനിലേക്ക് അധികമായി നൽകിയിട്ടും സാമ്പത്തികം ഒരു മനുഷ്യനിൽ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോയ രീതിയിലും രണ്ടും പരീക്ഷണങ്ങളാണ്. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന 1, 2, 3 കാര്യങ്ങൾ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. സാമ്പത്തികം എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ മനുഷ്യന് പരീക്ഷണമായി, ഒരു വലിയ വിപത്തായി ചില സമയങ്ങളിൽ രൂപപ്പെടാറുണ്ട്. അതിനെ നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് ഖുർആൻ പല തവണകളായി അഭിസംബോധനം ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച ഈ ജുമഅയുടെ ഈ സുഹൃതം നിറഞ്ഞ ദിവസം നിങ്ങൾ ഇത്രമേൽ സുഹൃതത്തോടെ ഇവിടെ എത്തിയത് പരിശുദ്ധ ഖുർആനെയും ഹദീസിനെയും അന്വർത്ഥമാക്കും വിധം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. എന്നാൽ അതേ പരിശുദ്ധ ഖുർആൻ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ്, നോമ്പിനെ കുറിച്ച് പറഞ്ഞ്, സക്കാത്തിനെ കുറിച്ച് പറഞ്ഞ്, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ്, ലോകത്ത് എല്ലാ വിഷയങ്ങളെയും വന്നതും വരാനിരിക്കുന്നതും പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും എല്ലാത്തിനെ കുറിച്ചും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞ അതേ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാതുസ് സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. ഇത് വല്ലാത്തൊരു വചനമാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. തന്റെ മുതലും തന്റെ മക്കളുമൊക്കെ ആലങ്കാരികമാണ്. ലോകത്ത് ആലങ്കാരികമാണ്. ആ പ്രയോഗം അങ്ങനെയാണ്. സീനത്താണ്. അത് വെറും ഭംഗിക്ക് മാത്രം അല്ലാഹു സൃഷ്ടിച്ചു തന്നതാണ്. പക്ഷേ ആ ഭംഗിയെ പരലോകം ഭംഗിയാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് വൽ ബാഖിയാതുസ് സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ അമല. ആ ബാക്കിയുള്ള ആ നല്ല അമലുകൾ ഒരു മനുഷ്യന് ശേഷിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഞാൻ ഈ 2 ആയത്തുകളും ഓതിയതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തികമായ ഉണ്ടാക്കലുകളും ചെലവഴിക്കലുകളും രണ്ടുമുണ്ട്. ഉണ്ടാക്കലുകൾ, നമ്മൾ സാമ്പത്തികമായി ഉണ്ടാക്കുന്ന മുതലിനെ കുറിച്ച് ബോധവാന്മാരാവണം. ലീഗൽ പ്രൊഡക്ഷൻ അത് നിയമപരമായ രീതിയിൽ, അത് ഇന്ത്യ രാജ്യത്തെ നിയമമല്ല, അത് മറ്റൊരു ഭാഗം പറഞ്ഞത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചൊരു ലീഗലുണ്ട്. ഒരു ലീഗൽ അള്ളാന്റെ നിയമം, പരിശുദ്ധ ഇസ്ലാമിക നിയമം. ആ ലീഗൽ പ്രൊഡക്ഷനോടുകൂടെ ഒരു മനുഷ്യന് സാമ്പത്തിക മുതലുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമ്പോഴാണ് അവന്റെ എല്ലാ മുതലും, എല്ലാ സാമ്പത്തിക അനന്തരാവകാശം പോലും. അനന്തരാവകാശം അങ്ങനെയാണ്. പെങ്ങളെ ഓഹരി പെങ്ങൾക്ക്, ആണിന്റെ ഓഹരി ആണിന്, ആങ്ങളയുടെ ഓഹരി ആങ്ങളക്ക്, അളിയന്റെ ഓഹരി അളിയൻ, മാതാപിതാ മക്കൾ, അങ്ങനെ തുടങ്ങി എങ്ങനെയാണോ ഇസ്ലാം പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇസ്ലാമിൽ പഠിപ്പിച്ചല്ലോ ഒരു സ്വീകാര്യമാവണമെങ്കിൽ ഷർത്തുകളുണ്ട്. കാരണം എന്താ? ഒരാൾ മരിച്ചാൽ പിന്നെ അയാൾക്ക് അയാളുടെ മുതലിൽ ക്രയവിക്രയം നടത്താൻ അയാൾക്ക് അവകാശമില്ല. പിന്നെ ഇസ്ലാം പറയും ഇത് ആർക്ക് എങ്ങനെ എത്രയെന്ന്. അതുകൊണ്ട് മുതൽ എന്ന് പറയുന്നത് അല്ലാഹു തരുന്ന ഔദാര്യമാണ്. അതുകൊണ്ട് അതുണ്ടാക്കുന്ന നിയമപരമായ കാര്യങ്ങളെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ വലിയ സംഗതിയാണ്. മുതലുണ്ടാക്കുന്ന വിഷയവും മുതലിനെ വിതരണം ചെയ്യുന്ന വിഷയവും. വിതരണം എന്ന് പറഞ്ഞാൽ അത് സകാത്തും ഹജ്ജും അല്ലെങ്കിൽ സകാത്തും സദഖയും ഹദിയയും മാത്രമൊന്നുമല്ല. അവൻ ഉപയോഗിക്കുന്ന എല്ലാ രൂപവും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്.
അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ കഴിയണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് വിശ്രമിക്കവേ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തിന് പുറത്തുള്ള സീറ്റ് ഇരിപ്പിടം ശരിയാക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. ചരിത്രം പറയാൻ പരിശുദ്ധ റസൂലിന്റെ ഒട്ടകൻ, ആ ഒട്ടകത്തിന്റെ ഇരിപ്പിടത്തെ ഒരു ഖാദിം ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോ ആ ഖാദിമിന്റെ നേരെ ഒരു ശത്രു ടാർഗറ്റ് ചെയ്തുകൊണ്ട് വധിക്കപ്പെടാൻ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നു. ആ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമിനെ കൊല്ലുകയാണ്. ദൂരെ നിന്ന് ഒരു ശത്രു എറിഞ്ഞുകൊണ്ട് കൊല്ലുകയാണ്. ആ സമയത്ത് സഹാബാക്കൾ ഇത് കാണാൻ, സഹാബാക്കൾ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഹനി അല്ലഹു ബിൽ ജന്ന, ഈ മനുഷ്യൻ സ്വർഗ്ഗത്തിലേക്കാണ്. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കുന്ന വേളയിൽ യുദ്ധത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ കൂടിയ മനുഷ്യൻ ഹനി അല്ലഹു ബിൽ ജന്ന, സഹാബാക്കൾ ഒന്നടക്കം പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹുവ ഫിന്നാർ, ആ മനുഷ്യൻ നരകത്തിലാണ് കേട്ടോ, ആ മനുഷ്യൻ നരകത്തിലാണ്, അദ്ദേഹം സ്വർഗത്തിലാണെന്ന് ആര് പറഞ്ഞു? എനിക്ക് ഖിദ്മത്ത് ചെയ്തത് കൊണ്ടോ, എനിക്ക് ഖിദ്മ ചെയ്തത് കൊണ്ട് അദ്ദേഹം സ്വർഗത്തിലോ? അയാൾ നരകത്തിലാണെന്ന് പരിശുദ്ധ റസൂൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വന്നിട്ട് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എന്താ അങ്ങനെ പറയുന്നേ? ആ മനുഷ്യൻ നല്ല രൂപത്തിൽ നിങ്ങൾ ഹബീബായ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു തന്നതല്ലേ, പിന്നെ എന്താണ് ഹുവ ഫിന്നാർ എന്ന് പറയുമ്പോ ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. എന്റെ സംസാരം കുറഞ്ഞ ആളുകൾ കേൾക്കുന്നുവെങ്കിലും വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും, നല്ലതൊരു മനുഷ്യൻ അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുക എന്നത് തന്നെ ഖൈറാണ്. അതുകൊണ്ട് ഈ ഖൈറിനെ മറ്റുള്ളവർക്ക് പ്രചരിപ്പിച്ച് പ്രകാശപൂരിതമാക്കാനും കൂടെ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ മനുഷ്യൻ ഫീ ശംലത്തിൻ ഗല്ലഹ യൗമ ഖൈബറഹ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പൊതുമുതൽ പള്ളിയുടെ ഭാരവാഹികളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ മറ്റുള്ള മത സംഘടനകളുടെ ഭാരവാഹികളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ മുതലുകളിലാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഫീ ശംലത്തിൻ ഗല്ലഹ യൗമ ഖൈബറഹ, ആ മനുഷ്യൻ നരകത്തിലാണ്. കാരണം ഖൈബർ യുദ്ധം നടക്കുന്ന വേളയിൽ എന്റെ സമ്മതമില്ലാതെ ഞാൻ കൊടുക്കുന്ന ഗനീമത്ത് മുതൽ എന്റെ സമ്മതമില്ലാതെ ഒരൽപ്പം തുണിക്കഷ്ണം അദ്ദേഹം മോഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹാബ ഫിന്നാർ, ആ മനുഷ്യൻ നരകത്തിലാണെന്ന് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറയാൻ. ആ സമയത്ത് ഒരു സഹാബി ഓടി വന്നു, യാ റസൂലല്ലാഹ്, അങ്ങനെയാണെങ്കിൽ ചില യുദ്ധവേളകളിൽ എനിക്ക് ചെരുപ്പിന്റെ വാറ് കിട്ടിയിട്ടുണ്ട്, ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്, അത് ഗനീമത്തിന്റെ മുതലാണ്. എന്റെ കാലിൽ അത് ഇടാൻ പറ്റൂലായിരുന്നു, പക്ഷെ ഞാൻ എന്റെ കാലിൽ ചെരുപ്പില്ലാതെയായപ്പോ പ്രവാചകരെ അങ്ങയുടെ സമ്മതമില്ലാതെ ഞാൻ അത് ഉപയോഗിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ എടുത്തത് തെറ്റാണോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ കാലിലേക്ക് തീ പടരുന്നത് നിങ്ങൾ നാളെ നരകത്തിൽ വെച്ച് ആഗ്രഹിക്കുന്നുണ്ടോ, പരലോകത്ത് വെച്ച് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചോളൂ, അല്ലെങ്കിൽ അത് തിരിച്ചു പൊതുമുതലിലേക്ക് കൊടുക്കണമെന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഹൽക്കിന്റെ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തിന് നമ്മൾ പിടിച്ചെടുക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും നമുക്ക് കഴിയണം. ഏത് ഹറാമിനെയും ഹലാലാക്കാനും ഏത് സാമ്പത്തിക സ്രോതസ്സും നമുക്ക് വേണ്ടവോളം ആ രൂപത്തിൽ ഏത് അനന്തരാവകാശത്തെയും ഏത് മുതലിനെയും ഏത് കച്ചവടത്തെയും ഏത് രൂപത്തിലുള്ള ലോണുകളെയും നമ്മൾ നമ്മുടെ വഴിക്ക് ഹലാലാക്കാൻ ശ്രമിക്കുമ്പോ അതുകൊണ്ട് ലഭിക്കുന്നത് എന്താണ് എന്നുകൂടെ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ദുനിയാവ് നമ്മൾ പച്ച പിടിപ്പിക്കുമ്പോ, ഈ ദുനിയാവ് നമ്മൾ മധുരമാക്കുമ്പോ, ഈ ദുനിയാവിനെ നമ്മൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഏത് രൂപത്തിലൂടെയും സാമ്പത്തിക അക്രമം നടത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്കാരങ്ങളെ കുറിച്ച്, നമ്മുടെ നോമ്പുകളെ കുറിച്ച്, നമ്മുടെ മറ്റുള്ള ഇബാദത്തുകൾ നിഷ്ഫലമായി പോകുമെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഹൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഉണ്ടാക്കുന്ന ഈ സാമ്പത്തിക വിഭവങ്ങളെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച ഒരു രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അത് ഇടപഴകുന്നവിടെയും, അത് നമ്മൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അവിടെയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് മനുഷ്യർ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ സാമ്പത്തികം ഉണ്ടാക്കുന്നവിടെ നമ്മൾ പാലിച്ച
നീതി പുലർത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം. അതിന്റെ കാരണം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന വ ഫിത്നതു ഉമ്മത്തി അൽ മാൽ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. 10-25 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സാമ്പത്തികത്തിനോട്, പൈസയോട്, സമ്പത്തിനോട്, മുതലിനോട് നീതി പുലർത്തുന്ന പോലെ ഇക്കാലം നമുക്ക് പുലർത്താൻ പറ്റാത്തതിന്റെ കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എനിക്കൊരു ഉമ്മത്ത് വരാനുണ്ട്. ആ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് മാല് മാത്രമാണ്, സമ്പത്ത് മാത്രമാണ്. മുതലുണ്ടാക്കണം, സാമ്പത്തികം വേണം, സാമ്പത്തികം നല്ലോണം വേണം. പക്ഷേ അതുണ്ടാക്കുന്ന രൂപങ്ങൾ ആലോചിച്ച് നോക്ക്. പ്രത്യേകിച്ച് ഒരു വിഷയമായി പറയേണ്ട ഒരു കാര്യമാണ്, അങ്ങോട്ട് കടക്കാൻ സമയമില്ലെങ്കിലും സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ഏത് മുതലിനും അതിൻ്റെതായ ഇസ്ലാമിക വഴികൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ന് നമ്മുടെ സാമ്പത്തിക മുതലുകൾ ഉണ്ടാക്കുന്നവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അത് ഹറാമായ പലിശയെ കുറിച്ചാണ്. പലിശയെ കുറിച്ചാണ്. നിങ്ങൾ ആലോചിച്ച് റിബ കച്ചവടം ഹലാലാക്കി എന്ന് ഖുർആൻ പറയുന്ന അതേ ഖുർആന്റെ തൊട്ടപ്പുറത്ത് പറഞ്ഞത് റിബ എന്ന് അങ്ങനെ പറയാൻ വേണം. ആ ബൈഇനെ മഹാന്മാർ വിശദീകരിച്ച് പറയുന്നത് കേവലം ബൈഅ മാത്രമല്ല, അത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെയുണ്ട്. അത് ഈ കമീസ് ഇട്ട ഞാൻ ഉപയോഗിക്കുന്ന സാമ്പത്തിക ശുദ്ധിയാണെങ്കിലും ആ വിഷയത്തിലും ആ ബൈഇന്റെ തഫ്സീറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വെറും കച്ചവടത്തെ കുറിച്ച് മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. പറഞ്ഞവിടെ റിബ പറയാനുള്ള കാരണം അത് ബൈഇലും ബൈഅ പോലത്തെ സാമ്പത്തിക ഇടപാടുകളിലും ഏറ്റവും കൂടുതൽ കയറിക്കൂടാൻ സാധ്യതയേറെയുള്ളതാണ് പലിശ എന്ന്. ഒരു മനുഷ്യൻ ഒരു രൂപ നാണയ പലിശ ഉപയോഗിക്കുന്നുവെങ്കിൽ അവൻ 30 വ്യഭിചാരം നടത്തുന്നതിനേക്കാൾ വലിയ ശിക്ഷ ലഭിക്കുമെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ സാമ്പത്തിക വിഷയത്തിൽ അവൻ പലിശയെ കൂട്ടിക്കലർത്തിയാൽ അവന്റെ പെറ്റുമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുൽ മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം തന്റെ ബൈത്തുൽ മാലിൽ നിന്ന്, മുതലിൽ നിന്ന് എണ്ണ കൊടുക്കുന്ന സമയത്ത്, റേഷൻ കൊടുക്കുന്ന സമയത്ത് എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂടിയിട്ട് തന്റെ കയ്യിലുള്ള തനിക്കുള്ള ബൈത്തുൽ മുതലിൽ നിന്ന് റേഷൻ കൊടുക്കുകയാണ്. സഹായിക്കാനായിട്ട് തന്റെ മകൻ അബ്ദുള്ള എന്ന പ്രിയപ്പെട്ട മകനെയും കൂട്ടിയിട്ടുണ്ട്. മകൻ ഇങ്ങനെ എണ്ണ കൊടുത്തു. അവിടെ ബൈത്തുൽ മാലിൽ നിന്ന്, മുതലിൽ നിന്ന് എല്ലാവർക്കും എണ്ണ കൊടുക്കുന്ന സമയത്ത് അബ്ദുള്ള എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട മകന്റെ കയ്യിൽ ഒരൽപ്പം എണ്ണയായി പോയി. നിങ്ങൾ കേട്ട സുപരിചിതമായ ചരിത്രമാണ്. സുപരിചിതം ചരിത്രമാണെങ്കിലും അത് വിഷയം തന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് സുപരിചിതമാവാത്ത കാലത്തോളം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുള്ള എന്നവർ ഈ കയ്യിലായ എണ്ണയെ അറിയാതെ തലയുടെ മുകളിലേക്ക്, തലമുടിയിലേക്ക് തെച്ചുപോയി. സ്വാഭാവികമാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ആ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനെ കൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, മകനെ നമുക്ക് വീട്ടിൽ പോകുന്നതിന് മുമ്പ് മറ്റൊരു വഴിക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞ് തന്റെ മകനെ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിക്കൊണ്ട് ആ മുടി മുഴുവനും വരണ്ടിക്കളഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ അബ്ദുള്ളയുടെ ഉമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി എന്റെ മകന്റെ മുടി മുഴുവനും പോയല്ലോ എന്ന് ചോദിക്കുമ്പോ ആ മുടിയായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ അജയ്യനായ അമരക്കാരനായ എന്റെ വീട്ടിലേക്ക്, അമീറുൽ മുഅ്മിനീന്റെ വീട്ടിലേക്ക് മകനെ കൊണ്ടുവരാൻ പറ്റൂല. ബൈത്തുൽ മാലിലെ എണ്ണയിൽ നിന്നറിയാതെ എന്റെ മകൻ തലയിലേക്ക്, തലമുടിയിലേക്ക് എണ്ണ തേച്ചു പോയി. അതുകൊണ്ട് ആ എണ്ണ പുരണ്ട മുടിയുള്ള ഒരു കുഞ്ഞും നമ്മുടെ വീട്ടിലേക്ക് വരാൻ പാടില്ലെന്ന് പഠിപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തൊരു സൂക്ഷ്മതയാണ് അവരുടെ ജീവിതത്തിൽ, സാമ്പത്തികമായ ജീവിതത്തിൽ. ഇനിയോ രണ്ടാമത്തെ കാര്യം, സമയമില്ല. ഇനി സാമ്പത്തികമുള്ളവനെ അതുകൂടെ പറഞ്ഞു നിർത്തുകയാണ്. സാമ്പത്തികമുള്ളവൻ സാമ്പത്തികമില്ലാത്തവനെ കാണുന്ന കണ്ണ്, കേൾക്കുന്ന കേൾവി, ഇടപെടുന്ന ഇടപെടലുകളിൽ അതിലുമുണ്ട് മനുഷ്യന്റെ വ്യത്യസ്തമായ നിലപാടുകൾ. ഒരൊറ്റ കാര്യം സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അധമനായ ഒരു മനുഷ്യനെ, അടിമയായ ഒരു മനുഷ്യനെ മേലാളനാക്കാൻ വേണ്ടി കടന്നു വന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസാമ എന്ന് പറയുന്ന, സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു അടിമയുടെ പുത്രനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിന്റെ ആദ്യത്തെ സൈന്യാധിപനാക്കിയതിന്റെ പേരിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അടുത്തു വന്നിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളെ
പരാതി പറയുന്നുണ്ട്. അടിമവർഗക്കാരൻ, സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ഈ മനുഷ്യനെ സൈന്യത്തിന്റെ അധിപസ്ഥാനത്തിൽ നിന്നും മാറ്റു സിദ്ദീഖ് തങ്ങളെ എന്ന് പറയുമ്പോ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ അജയ്യനായ അമരക്കാരൻ ഉമർ തങ്ങളെ താടിക്ക് സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് സിദ്ദീഖ് തങ്ങൾ പറയുന്നുണ്ട്, ഉമർ മിണ്ടിപ്പോവാൻ പാടില്ല. അത് ആരാക്കിയതാണ് ക്യാപിറ്റൽ, ആ ലീഡർ ആരാക്കിയതാണ്? ഈ ലീഡർ ആക്കിയത് അഷ്റഫുൽ ഖൽഖാണ്, മുഹമ്മദാണ്, മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ലീഡറിൽ നിന്ന് മാറ്റാൻ പറ്റില്ലേ? നിങ്ങൾ എല്ലാവരും കൂടെ സിദ്ദീഖിനെ ഈ പച്ചക്കാട്ടിലേക്ക് ഒറ്റയാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും എന്റെ പുറകിൽ നിന്ന് മാറിപ്പോയാലും ഉസാമയാണ് ഈ സൈന്യത്തിന്റെ നേതാവ്. അതുകൊണ്ട് പണമോ